ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ എം കാൽക്കുലേറ്റിംഗ്. 2024 ജൂൺ മാസം വരെ നടന്ന PSC എക്സാമുകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2024. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏഷ്യൻ വൻകരയിൽ നിന്നുള്ള രാജ്യത്തു നിന്നു തന്നെയാണ്. 2022 ഇന്തോനേഷ്യയിലാണ് G20 ഉച്ചകോടി നടന്നത്. 2022 ഇന്തോനേഷ്യയിലാണ് G20 ഉച്ചകോടി നടന്നത്. ഇന്തോനേഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ G20യുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. 2023 ഇന്ത്യയിലാണ് G20 ഉച്ചകോടി നടന്നത്. 2024 വേദി ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2025 G20 ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയുമാണ്. അടുത്ത ചോദ്യം, 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 10 ആണ്. 2023 നടന്ന ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 10 ആണ്. 10 ടീമുകൾ പങ്കെടുത്തു. 48 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരാണ് വിജയിച്ചത്? ഓസ്ട്രേലിയ ആണ്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ്. 2023 ഏകദിന പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ, റണ്ണേഴ്സ് അപ്പ് ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2023 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നത്. 2023 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ്. ഫൈനൽ മത്സരത്തിലെ താരമായത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡും ടൂർണമെന്റിലെ താരമായത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയുമാണ്. അടുത്ത ചോദ്യം, കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന പ്രസ്താവന ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് സംഘടിപ്പിച്ചത് എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവന. കേന്ദ്ര ഗവൺമെന്റ് അല്ല, കേരള ഗവൺമെന്റ് ആണ് കേരളീയം സംഘടിപ്പിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ, only 1 and 3. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് എന്ന പ്രസ്താവന ശരിയാണ്. ന്യൂഡൽഹിയിലാണ് ഉച്ചകോടി നടന്നത് എന്ന പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് G20 ഉച്ചകോടി നടക്കുന്നത്. 2023 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, only 1 and 2. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിതയാണ്. ഓപ്ഷൻ ബി, ഋതു കരിതാൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ഋതു കരിതാലാണ്. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നൊബേൽ പ്രൈസ് 3 പേർ പങ്കിട്ടെടുത്തപ്പോൾ അതിൽ 2 പേർ അലക്സി യക്കിമോവ്, ലൂയി ഇ ബ്രൗസ് എന്നിവരിൽ 3ാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണ് എന്നതാണ് ചോദ്യം. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിരുന്നു. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് രസതന്ത്രത്തിൽ നിന്ന് നൊബേൽ സമ്മാനം ലഭിച്ചവർ അലക്സി യക്കിമോവ്, ലൂയി ഇ ബ്രൂസ്, മൗഗിജി ബാവെണ്ടി എന്നിവരാണ്. ഇതിൽ മൗഗിജി ബാവെണ്ടി ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് ഫ്രാൻസിലാണ്. എന്നാൽ അദ്ദേഹം ഒരു US സിറ്റിസൺ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 13/2024. ഒന്നാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലിയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്
യു ഷറഫ് അലി. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്, ഷേപ്പ് ആണ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡർ ഏതാണ്? വിക്രം ലാൻഡർ ആണ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ഇതിന് 4 പേലോഡുകളാണുള്ളത്. ചാസ്തെ, രംഭ, LP, ഇൽസ. ഇത് കൂടാതെ LRA, ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ എന്നൊരു പേലോഡും കൂടിയാണ് ഉള്ളത്. 4 പേലോഡുകളാണുള്ളത്. ചാസ്തെ, രംഭ, LP, ILSA, LRA എന്നിങ്ങനെ 4 പേലോഡുകളാണ് ചന്ദ്രയാൻ 3ന് ഉള്ളത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P. വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P. വത്സലയാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിയാണ്. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. എന്നാൽ നിഴലുറങ്ങുന്ന വഴികൾ എന്നത് P. വത്സലയുടെ നോവലാണ്. P. വത്സലയുടെ നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ എന്നത്. P. വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവൽ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതിയാണ് 2023 ഓഗസ്റ്റ് 23. ഈ ഓഗസ്റ്റ് 23 ആണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്നത് ബ്രസീലാണ്. 2025 G20ക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയുമാണ്. 2022 ഇന്തോനേഷ്യ, 2023 ഇന്ത്യ, 2024 ബ്രസീൽ, 2025 ദക്ഷിണാഫ്രിക്ക. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം PT ഉഷയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം PT ഉഷയാണ്. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയാണ് നഞ്ചിയമ്മ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത നഞ്ചിയമ്മയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഫ്രാൻസിലെ പാരീസ് ആണ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 19/2024. ഒന്നാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജെ ദേശായി അല്ലെങ്കിൽ ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ ജില്ലയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാണ്.
ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. ചന്ദ്രയാൻ 3ന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നും ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്നുമാണ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേരാണ് വിക്രം, റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. വിക്രം ലാൻഡറിന് 4 പേലോഡുകളാണുള്ളത്. പ്രഗ്യാൻ റോവറിന് 2 പേലോഡുകളാണുള്ളത്. വിക്രം ലാൻഡറിന്റെ പേലോഡുകൾ ചാസ്തെ, രംഭ LP, ഇൽസ, LRA എന്നിവയാണെങ്കിൽ റോവറായ പ്രഗ്യാന്റെ പേലോഡുകളാണ് ലിപ്സ്, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പി, അതുകൂടാതെ APXS, ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നിവയാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറായ പ്രഗ്യാന്റെ പേലോഡുകൾ. 2 പേലോഡുകളാണ് പ്രഗ്യാൻ റോവറിനുള്ളത്. വിക്രം ലാൻഡറിന് 4 പേലോഡുകൾ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കൂടി ആയതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ് എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവന 1ാമത്തെ പ്രസ്താവനയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ D 1 മാത്രം എന്നതാണ്. കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി MB രാജേഷ് ആണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് നിലവിലുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ AN ഷംസീർ ആണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആണ് എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. 1ഉം 3ഉം ശരിയായ പ്രസ്താവനകളാണ്. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. തെറ്റായ പ്രസ്താവന 2 മാത്രമാണ്. ഓപ്ഷൻ C ആണ് ശരിയായ ഉത്തരം. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് J ദേശായി ആണ്. DY ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് J ദേശായി ആണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ എന്നത് ശരിയായ പ്രസ്താവനയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്ക് എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിനാണ് എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന 2ാമത്തെ പ്രസ്താവനയാണ്. അപ്പം ശരിയായ ഉത്തരം ഓപ്ഷൻ B 2 മാത്രം എന്നതാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ SK വസന്തനാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിയെ 2023 വയലാർ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ പുരസ്കാരം ലഭിച്ചത്. 2022 വയലാർ അവാർഡ് ജേതാവാണ് S ഹരീഷ്. അദ്ദേഹത്തിന് മീശ എന്ന രചനയ്ക്കാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മാങ്ങാടാണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ISRO ചെയർമാൻ മോഹൻ കുമാർ എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം എന്ന പ്രസ്താവന ശരിയാണ്. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ എന്ന പ്രസ്താവനയും ശരിയാണ്. 1ഉം 3ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ A ആണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ചന്ദ്രയാൻ 3 ആകെ ചെലവെന്ന് പറയുന്നത് 615 കോടി രൂപയാണ്.
ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആണ്. അദ്ദേഹം തന്നെയാണ് നിലവിലും ISROയുടെ ചെയർമാൻ. മോഹനകുമാർ ആരാണ്? ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ ആയിരുന്നു മോഹനകുമാർ. അടുത്ത ചോദ്യം, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് അഥവാ DY ചന്ദ്രചൂഡ് ആണ് ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് USA വംശജയായ ക്ലോഡിയ ഗോൾഡിനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ക്ലോഡിയ ഗോൾഡിന് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? 2023 പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത്. നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ്. ഡോക്ടർ എസ് സോമനാഥ് ആണ് നിലവിൽ ISROയുടെ ചെയർമാൻ. ISRO ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? പ്രഗ്യാൻ റോവർ, വിക്രം ലാൻഡർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് സ്വാമിനാഥനെയാണ്. അദ്ദേഹം അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 20/2024. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹമാണ് IRS-1A. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? MP രാജേഷ് കളമശ്ശേരി എന്നത് തെറ്റാണ്. P രാജീവ് ബേപ്പൂർ എന്നതും തെറ്റാണ്. PA മുഹമ്മദ് റിയാസ് ആറന്മുള നിയോജക മണ്ഡലം എന്നതും തെറ്റാണ്. വീണ ജോർജ് തൃത്താല എന്നതും തെറ്റാണ്. ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ്. MP രാജേഷ് പ്രതിനിധീകരിക്കുന്ന നിയോജക മണ്ഡലം ഏതാണ്? തൃത്താലയാണ്. തൃത്താല നിയോജക മണ്ഡലത്തിനെയാണ് MP രാജേഷ് പ്രതിനിധീകരിക്കുന്നത്. PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം ബേപ്പൂരാണ്. PA മുഹമ്മദ് റിയാസ് ബേപ്പൂർ. P രാജീവാണ് കളമശ്ശേരി. P രാജീവിന്റെ നിയോജക മണ്ഡലം കളമശ്ശേരിയാണ്. വീണ ജോർജ് ആറന്മുളയാണ്. വീണ ജോർജിന്റെ നിയോജക മണ്ഡലം ആറന്മുളയുമാണ്. നാരി ശക്തി വന്ദൻ അധിനിയം
ലോക്സഭ പാസാക്കിയ ദിനം ഏതാണ്? 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വന്ദൻ അധിനിയം ലോക്സഭ പാസാക്കിയത്. നാരി ശക്തി വന്ദൻ അധിനിയമം ബിൽ ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20 താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യമാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതും ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യമാണ്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് എന്നതും ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഇവയെല്ലാം തന്നെ ചന്ദ്രയാൻ 3 ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ MS ധോണിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം MS ധോണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 22/2024. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത് 2022 മുതൽ 2027 വരെയാണ്. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം എന്നറിയപ്പെടുന്നത് 2022 മുതൽ 2027 വരെയാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടെ കൂടെ അംഗീകരിച്ചത്? മലേറിയ രോഗം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? മലേറിയ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അഥവാ COP28 നടന്നത് എവിടെ വെച്ചാണ്? UAE വെച്ചിട്ട്. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അഥവാ COP28 നടന്നത് UAE വെച്ചിട്ടാണ്. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ, സൾഫർ എന്നിവയുടെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എയും സിയും. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ, സൾഫർ എന്നിവയുടെ സാന്നിധ്യം. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ആണ്. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 25/2024. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകമാണ് ആദിത്യ L1. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകമാണ് ആദിത്യ L1. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റാപൗറ്റിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്രത്തിലാണ്. 2021 ഡേവിഡ് ജൂലിയസും ആർഡേം പറ്റാപൗറ്റിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് വൈദ്യശാസ്ത്ര മേഖലയിലാണ്. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിങ്കർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്?
ക്വാണ്ടം മെക്കാനിക്സ്. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ എന്നിവയാണ്. 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ മത്സരിച്ച ടീമുകൾ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ എന്നിവയാണ്. അർജന്റീനയും ഫ്രാൻസും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം നടന്നത്. അർജന്റീനയാണ് കിരീട ജേതാക്കൾ, ഫ്രാൻസ് ആണ് റണ്ണേഴ്സ് അപ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 27/2024. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ് ചുഴലിക്കാറ്റ്. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ് ചുഴലിക്കാറ്റ്. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണി. നിലവിലെ UPSC ചെയർമാനാണ് മനോജ് സോണി. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ ചെറുതന. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞനാണ് ഡ്രൂ വെയ്സ്മാൻ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞനാണ് ഡ്രൂ വെയ്സ്മാൻ. ഡ്രൂ വെയ്സ്മാൻ മാത്രമല്ല, കാറ്റലിൻ കാരിക്കോ എന്ന വനിതയ്ക്കും 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരുന്നു. COVID-19-നെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസ്റ്റൈഡ് ബേസ് പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് ഡ്രൂ വെയ്സ്മാനും കാറ്റലിൻ കാരിക്കോയ്ക്കും 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് H9N2. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് H9N2. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2024. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ജപ്പാൻ. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ജപ്പാനിലാണ്. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്നും 50 കുറച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A ആണ്. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A വകുപ്പ് എന്നത് ശരിയായ പ്രസ്താവനയാണ്.
ആർട്ടിക്കിൾ 330A 332A എന്നിവ ഉൾപ്പെടുത്തി എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2 മാത്രം. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? 2023 പുരുഷ വിഭാഗം വിംബിൾഡൺ ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. 2024 ചാമ്പ്യനും കാർലോസ് അൽക്കാരസ് തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വിംബിൾഡൺ ഫൈനൽ മത്സരം നടന്നത്. 2023 പുരുഷ വിഭാഗം വിംബിൾഡൺ ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ലയണൽ സ്കലോനിയാണ്. 2022 ഫിഫ ലോകകപ്പ് നേടിയ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ലയണൽ സ്കലോനി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/2024. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 150ാം എപ്പിസോഡായിരുന്നു ഇത് എന്നത് ശരിയായ പ്രസ്താവനയാണ്. എക്സിബിഷൻ ഇന്ത്യയുടെ വൈവിധ്യത്തെ ആഘോഷിക്കുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു എന്ന പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയാണ്. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു എന്ന പ്രസ്താവന ശരിയാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം എക്സ്പോസാറ്റ് ആണ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് അഥവാ എക്സ്പോസാറ്റ്. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കി ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഇലക്ടറൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയെന്ന പ്രസ്താവന ശരിയാണ്. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ്. ഇലക്ടറൽ ബോണ്ട് സ്കാം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് PSLV C-57 ആണ്. ആദിത്യ L1ന്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റാണ് PSLV C-57. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് ഡാനിഷ് സിദ്ദിഖി. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് ഡാനിഷ് സിദ്ദിഖി.
അടുത്ത ചോദ്യം, 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ഫാത്തിമ ബീവി 2024 പത്മ പുരസ്കാരം ലഭിച്ചിരുന്നു. മിഥുൻ ചക്രവർത്തിക്കും പത്മ പുരസ്കാരം ലഭിച്ചിരുന്നു. സീതാറാം ജിൻഡാലിനും പത്മ പുരസ്കാരം ലഭിച്ചിരുന്നു. ഉമാശങ്കർ പാണ്ഡെയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. തെറ്റായത് 4 മാത്രമാണ്. ഓപ്ഷൻ സി ആണ്. ഭരണഘടനയുടെ 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു എന്നതാണ്. ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 47/2024. ആരാണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി? വിഷ്ണു ഡിയോ സായി ആണ് നിലവിൽ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ പ്ലാങ്കറ്റോൺ എയ്റോസെൽ ക്ലോഡ് ഓഷ്യൻ ഇക്കോസിസ്റ്റം എന്നാണ്. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ പ്ലാങ്കറ്റോൺ എയ്റോസോൾ ക്ലോഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നാണ്. അടുത്ത ചോദ്യം, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 5.8%. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8%. 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. ഇറ്റലിയിലെ മിലാൻ, കോർട്ടിന ഡി അംബേസയോ എന്നീ നഗരങ്ങളിലാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇറ്റലിയിലെ മിലാൻ, കോർട്ടിന ഡി അംബേസയോ എന്നീ നഗരങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒളിമ്പിക്സ് അറിയപ്പെടാൻ പോകുന്നത്. മിലാനോ കോർട്ടിന 2026 എന്നാണ്. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? UAE ദുബായിലാണ് COP28 നടന്നത്. കാലാവസ്ഥ ഉച്ചകോടി COP28 നടന്നത് ദുബായിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 52/2024. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യമാണ്. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. നാരി ശക്തി വന്ദൻ അധിനിയമം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. നാരി ശക്തി വന്ദൻ അധിനിയമം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ
നിലവിലുള്ള സുരക്ഷാ ചുമതല? CISFനാണ്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല? CISFന്. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നതാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കാറുള്ളത്. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ആണ് BS6. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ആണ് BS6. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം അമേരിക്കയാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലി. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ BS മാവോജി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ശ്രീ BS മാവോജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/2024. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നു മണിയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം മിന്നു മണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 57/2024. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേരാണ് സേഫ് കേരള. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടറാണ് ഡോക്ടർ P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ P വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നത് അണ്ണാദുരൈയാണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? ചെറുധാന്യ വർഷമായിട്ട്. 2023 ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത് ചെറുധാന്യ വർഷമായിട്ടാണ്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക്
2023 വൈദ്യശാസ്ത്ര മേഖലയിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. ഡിസംബർ 1 ദുബായിൽ വെച്ച് നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. ഡിസംബർ 1 ദുബായിൽ വെച്ച് നടന്ന COP28 ഉച്ചകോടി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് ജില്ലയാണ്. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷയിലെ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായത് സ്പെയിനാണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിനാണ്. 2023 പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതാണ്. 2023 പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ കക്കോടി. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ കക്കോടി. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥനാണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 59/2024 ആണ്. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ IAS ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ IAS. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആരംഭിച്ച വെബ് പോർട്ടലാണ് സുനീതി. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമൻ നാരായണൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണനാണ്. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 61/2024. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്ക. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയെയാണ്. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാൻ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാനാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈനയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ രാജ്യം ചൈന. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി. ജസ്റ്റിസ്
ആശിഷ് ജെ ദേശായി ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓർബിറ്റർ ആണ്. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചത് അല്ലാത്തത് ഓർബിറ്റർ ആണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുനെയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുനാണ്. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിച്ചത് 2023 ആണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷമായി UN ആചരിച്ച വർഷമാണ് 2023. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും എന്നത് ശരിയായ പ്രസ്താവനയാണ്. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ഛിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും എന്നതും ശരിയാണ്. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നതും ശരിയാണ്. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് ഇവിടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷത അല്ലാത്തത്. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം കൊൽക്കത്തയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം കൊൽക്കത്തയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാടാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/2024. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സി, സിംബലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലായിട്ടാണ് ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് മാൻസിനസ് സി, സിംബലിയസ് എൻ എന്നീ 2 ഗർത്തത്തിന് ഇടയിലായിട്ടാണ്. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. നാരി ശക്തി വന്ദൻ അധിനിയമം ബിൽ ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. 2023 സെപ്റ്റംബർ 20-നാണ് നാരി ശക്തി വന്ദൻ അധിനിയമം ലോക്സഭ പാസാക്കിയത്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് ഫെയ്സി.
2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് ഫെയ്സി. ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥാ ഉപഗ്രഹം. ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥാ ഉപഗ്രഹം. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺഹെയ്മർ ആണ്. ഓപ്പൺഹെയ്മർ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ ആണ്. 2024 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കിലിയൻ മർഫിയാണ്. ചിത്രം ഓപ്പൺഹെയ്മർ. മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് എമ്മ സ്റ്റോൺ ആണ്. ചിത്രം പുവർ തിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2024. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട്. ഇത് എഴുതിയത് വി അനന്ത നാഗേശ്വരനാണ്. 2024 സാമ്പത്തിക സർവേയുടെ ബദലായ ദി ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് വി അനന്ത നാഗേശ്വരനാണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 105-ാം ഭേദഗതി. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി 105-ാം ഭേദഗതിയാണ്. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ്. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ്. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണനാണ്. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണനാണ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ലീഫ് കെ ബ്രൂക്സ് ആണ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ലീഫ് കെ ബ്രൂക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. സോളാർ അപ്പർ അറ്റ്മോസ്ഫെറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം എന്നത് ശരിയാണ്. സൗരോർജ പ്രതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് തെളിയിക്കാൻ എന്നത് തെറ്റാണ്. റോവർ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കാൻ എന്നതും തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി only one എന്നതാണ്. സോളാർ അപ്പർ അറ്റ്മോസ്ഫെറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനമാണ് ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ശനിയുടെ ഉപഗ്രഹമായ മീമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി എന്ന പ്രസ്താവന ശരിയാണ്. 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു എന്നതും ശരിയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു എന്ന പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് only 1 and 2. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/2024. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയയാണ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള
10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയയാണ്. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? UN സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. UN സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ എന്നത് ശരിയായ പ്രസ്താവനയാണ്. മധ്യപ്രദേശ് മോഹൻ യാദവ് എന്നതും ശരിയായ പ്രസ്താവനയാണ്. തെലുങ്കാന രേവന്ത് റെഡ്ഡി എന്നതും ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ എന്നതാണ്. ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി ആണ്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാനാണ്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാനാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഒഡീഷയും ആന്ധ്രാപ്രദേശുമാണ്. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഒഡീഷയും ആന്ധ്രാപ്രദേശുമാണ്. ഒഡീഷയിലെ നിലവിലെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമാണ്. ഇത്തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ് ആണ്. ലോങ് ജമ്പ് താരമാണ് M. ശ്രീശങ്കർ. 2024 ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു. ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ്. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ അല്ലു അർജുനാണ്. 2023 മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് അല്ലു അർജുനാണ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി പാരീസ് ആണ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി പാരീസ്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട് ജില്ലയാണ്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? ചെറുധാന്യങ്ങളുടെ വർഷമായിട്ട്. 2023 ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത് ചെറുധാന്യങ്ങളുടെ വർഷമായിട്ടാണ്. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗഗി ജി ബാവേണ്ടി, ലൂയി ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ്. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗഗി ജി ബാവേണ്ടി, ലൂയി ഇ ബ്രൂസ്, അലക്സി ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? അസം സംസ്ഥാനത്തിന്റെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്ന അരിയാണ് ചോക്കുവ അരി. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി അസം സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്ന അറിയപ്പെടുന്ന അരിയാണ്. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്
78/2024. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107 ആണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് കർത്തവ്യ പഥ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേര് കർത്തവ്യ പഥ് എന്നാണ്. സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ L1. സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് 2023 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ L1. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ സത്യനാരായണ ബളേരിയാണ്. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ ബളേരി. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് 2023 ഓഗസ്റ്റ് 23-നാണ്. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് 2023 ഓഗസ്റ്റ് 23-നാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് വി ഷിനിലാൽ ആണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് വി ഷിനിലാൽ ആണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം എന്ന ചിത്രം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം എന്ന ചിത്രം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്.